ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ വേലുവും അമലവും കൂടി ആ കാട്ടിലോട്ട് വരികയാണ്. രാഹുലിനെ കടിച്ചു കീറിയിട്ടിട്ടുണ്ടല്ലോ ആ ബോഡിയുടെ അരികിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ഫോറസ്റ്റുകാരൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു പുതപ്പ് കൊണ്ട് ആ ബോഡി അങ്ങനെ മൂടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവരവിടേക്ക് വരുമ്പോൾ എന്താ സാറേ എന്താ പറ്റിയെന്നിങ്ങനെ വേലു അറിയാത്ത പോലെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോ ഒന്നും വീഡിയോ ഒന്നും പറഞ്ഞൊക്കെ വരാറുണ്ടല്ലോ. അങ്ങനെ വന്ന ആരോ ആണ് ഈ കിടക്കുന്നത്, മൃഗങ്ങൾ വെറുതെ വിട്ടില്ല, മാംസം ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ പോലീസ്. അപ്പോൾ ആ സമയത്ത് ഇതിപ്പോൾ കൊല്ലത്തിൽ ഈ 6 മാസത്തിനുള്ളിൽ മൂന്നാമത്തെ എങ്ങാണ്ടാണ് എന്നിങ്ങനെ പറയുകയാണ്. ഇത് ആരാണെന്ന്, അപ്പം എങ്ങനെ ഇയാളെ വീട്ടിലെത്തിക്കും സാറേ എന്നിങ്ങനെ വേലു അറിയാത്ത പോലെ ചോദിക്കുകയാണ്. അയാളുടെ ഇവിടെ അടുത്തുനിന്ന് ഒരു പേഴ്സ് കിട്ടിയിട്ടുണ്ട്, അയാളുടെ അഡ്രസ്സ് അതിലുണ്ട്, അങ്ങനെ എത്തിക്കാം എന്നിങ്ങനെ പറയുകയും ചെയ്യുകയാണ്. എന്നാൽ ഞങ്ങൾ പോട്ടെ സാറേ എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും വാമലു എന്നും പറഞ്ഞ് അവിടെ നിന്നും അമലുവിനെയും വിളിച്ച് വേലു അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അവരാണെങ്കിൽ ആ ബോഡി എത്തിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമല് ചോദിക്കുകയാണ്, ഈ കാര്യം നമുക്ക് കിരൺ സാറിനെ അറിയിക്കേണ്ടേ വേലുവേട്ട എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് നേരിട്ട് തന്നെ ചെന്ന് വിവരം പറയാം, ഫോണിലൂടെ പറയണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ കിരണും കാദംബരിയും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവർ കല്യാണിയെക്കുറിച്ചും ഈ ബഗാസുരനെ കുറിച്ചൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോൾ ഇവരവിടേക്ക് വരികയാണ്. എന്തായി എന്ന് ചോദിക്കുന്നുണ്ട് കിരൺ. അപ്പോൾ ആ സമയത്ത് ഇല്ല സാറേ, അവനെ ഫോറസ്റ്റുകാർ അവൻ്റെ ബോഡി കൊണ്ടുപോകുന്നുണ്ട്, പേഴ്സിൽ നിന്ന് കിട്ടിയ അഡ്രസ്സ് പ്രകാരം എന്തായാലും സാറിൻ്റെ വീട്ടിലേക്കായിരിക്കും എത്തിക്കാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അയാളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല, എൻ്റെ അമ്മ ഒരിക്കലും അയാളെ അവിടെ അടക്കം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറയുകയും ചെയ്യുകയാണ്. എന്തായാലും അതിനുശേഷം നമ്മുടെ അമലു ആണെങ്കിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അമലു പറയുന്നുണ്ട്, എത്രയായാലും അമ്മ ഇത് സാറിൻ്റെ അങ്കിളല്ലേ, ഇത്ര ദുഷ്ടനാണ് ആവാൻ പാടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നിനക്ക് എന്തായാലും കല്യാണിയെ കാണണ്ടേ എന്ന് അമലുവിനോട് ചോദിക്കുമ്പോൾ വേണ്ട സാറേ എന്ന് പറഞ്ഞ് അവൾ അങ്ങനെ കരയുകയാണ്. അതെന്താ വേണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ വേലു പറയുന്നുണ്ട്, ഈ ഒരു അവസ്ഥയിൽ കല്യാണ ചേച്ചിയെ കാണാൻ അവൾക്ക് പറ്റുന്നില്ല സാറേ, അതുകൊണ്ടാണെന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് ഒരു സിസ്റ്റർ പുറത്തേക്ക് വരികയാണ് ICUവിൽ നിന്നിട്ട്. ഈ പെൺകുട്ടിക്ക് കല്യാണിയെ ഒന്ന് കാണണമെന്ന് പറയുകയാണ്. റിസ്ക് ആണ് എന്ന് ആ സിസ്റ്റർ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഡോക്ടറെ വിളിച്ചോളാം, അനുമതി ചോദിച്ചോളാം എന്ന് പറയുകയാണ്. വേണ്ട, കയറി കണ്ടോ എന്ന് പറയുകയാണ് നേഴ്സ് അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ കല്യാണിയെ കയറി കാണുകയാണ് നമ്മുടെ അമലും. അപ്പോൾ അമല് വളരെ സങ്കടപ്പെട്ടിട്ടാണ് അവിടേക്ക് ചെല്ലുന്നത്. കല്യാണി എന്നിട്ട് അവിടെ നിന്ന് കരയുകയാണ്. അങ്ങനെ കരയുന്ന ഒച്ച കേട്ടിട്ട് കല്യാണി കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട്. അമലുവോ എന്ന് ചോദിക്കുകയാണ്. നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. നീ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ വിഷമാവല്ലേ ഉള്ളൂ, നീ എന്തിനാ കരയുന്നത് അമലു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവളങ്ങനെ കണ്ണുനീര് തുടച്ചങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് അമലു, നീ എന്തായാലും കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ നിൽക്കണം എന്ന് പറയുമ്പോൾ ശരി ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പുറത്തേക്ക് വരികയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സരയു ആണ്. സരയു അങ്ങനെ വീട്ടിൽ നമ്മുടെ കമ്പനിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് ഹരിസാറ് വരുന്നുണ്ട്. ഹരിസാറ് വന്ന പാടെ തന്നെ അവളോട് പറയുകയാണ്, അതെ സരയു, രൂപമേടം വിളിച്ചിരുന്നു, എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് എത്താൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ ചാടി പെട്ടെന്ന് എഴുന്നേറ്റിട്ട് എന്ത് പറ്റി, കൺമണിമോൾക്ക് എന്തെങ്കിലും വയ്യായി ഉണ്ടോ നിങ്ങൾ ചോദിക്കണം. അതൊന്നും എനിക്കറിയില്ല, അതിനെപ്പറ്റിയൊന്നും ചോദിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ തൻ്റെ ഫോൺ എടുത്തിട്ട് വീട്ടിലോട്ട് വിളിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ വിളിക്കണ്ടെന്നല്ലേ പറഞ്ഞത്, വിളിക്കണ്ട, നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ സരയു ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പം അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാം എന്ന് പറയുകയാണ്. കുഞ്ഞിന് അസുഖം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിന്നെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ, അവർ രൂപമേടത്തിനും സേന സാറിനും കൊണ്ടുപോകാവുന്നതല്ലേ ഉള്ളൂ ഡോക്ടർ അരികിലേക്ക്, ഇത് അതൊന്നുമല്ല, എന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ല് എന്ന് പറയുകയാണ്. അങ്ങനെ ആ സമയം സരയു എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞു തൻ്റെ ഫോണും എടുത്ത് അവിടെ നിന്നും തിരക്കിട്ട് പോവുകയാണ്. അപ്പോൾ ഹരിസാർ മനസ്സിൽ വിചാരിക്കുകയാണ്, ചെലടി നിന്റെ അച്ഛൻ ചത്ത് കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് നിന്നെ വിളിക്കുന്നത് എന്ന് പറയുകയാണ് മനസ്സിലങ്ങനെ. അതിനുശേഷം ഈ പറയുന്ന ശാരിയോട് കാര്യങ്ങളൊക്കെ തന്നെ ചന്ദ്രസേനും കിരണും രൂപയുമുണ്ട്. അപ്പോൾ ശാരിയോട് കാര്യങ്ങൾ പറയുകയാണ്. ശാരിയോട് പറയുന്നുണ്ട്, കാട്ടിലെങ്ങനെയോ അയാൾ അകപ്പെട്ടു, അങ്ങനെ മൃഗങ്ങൾ കൊത്തിയെടുത്തതാണ്, മാംസമൊന്നും ഇല്ലെന്നൊക്കെയാണ് പറയുന്നത് കേട്ടത് എന്ന് പറയുമ്പോൾ ശാരിയുടെ മനസ്സിലൊരു വിഷമം, ശാരിയുടെ മുഖത്തൊരു വിഷമം. അപ്പോൾ പറയുന്നുണ്ട്, അയാൾ പോയി കഴിഞ്ഞാൽ എനിക്ക് വിഷമമൊന്നുമില്ല, എന്നാലും ഇന്നിങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ അവിടേക്ക് സരയു വരികയാണ്.
അങ്ങനെ സരയു ഒന്നും അറിയാതെ വരുന്ന സമയത്ത് നമ്മുടെ ശാരിയുടെ മുഖത്തും നോക്കുന്നുണ്ട്. ശാരിയുടെ മുഖത്ത് വിഷമം കാണാണ്. അപ്പം ആ സമയത്ത് ചന്ദ്രസേനൻ പറയുന്നുണ്ട്, അതെ മറച്ചു വെക്കാനൊന്നുമില്ല, എന്തായാലും തുറന്ന് കാര്യങ്ങൾ പറയാം. നിന്റെ അച്ഛൻ എന്ന് പറയുന്നവനുണ്ടല്ലോ, അവൻ കല്യാണിയെ കുത്തിയതിന് ശേഷം കാട്ടിലോട്ട് പോയായിരുന്നു. ഒളിച്ചിരിക്കാനോ മറ്റോ ആയിരിക്കും പോയത്. അവിടെ വെച്ചിട്ട് മൃഗങ്ങൾ അയാളെ കൊത്തിവരിച്ച് അയാൾ മരണപ്പെട്ടു. ആ മരണ വാർത്ത അറിയിക്കാനാണ് നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ സരയുവിൻ്റെ കണ്ണുകളൊക്കെ ആകെ തിളങ്ങി പോവുകയാണ്. സരയു ഞെട്ടിപ്പോകുന്നുണ്ട്. പക്ഷേ അവരുടെ മുന്നിൽ തൻ്റെ വിഷമം കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഒരു പുഞ്ചിരി മുഖത്ത് വരുത്തിയിട്ട്, അതിനെന്താ അയാൾ പോകുന്നെങ്കിൽ പൊക്കോട്ടെ, എനിക്ക് യാതൊരു തരത്തിലുള്ള വിഷമവുമില്ല എന്നിങ്ങനെ സരയു പറയുകയാണ്. അങ്ങനെ അല്പനേരത്തിനുള്ളിൽ തന്നെ ആംബുലൻസ് അവിടേക്ക് എത്തുകയാണ്. അപ്പം എല്ലാവരും അങ്ങോട്ട് നോക്കുന്നുണ്ട്. അപ്പം രൂപയാണെങ്കിൽ കലി തുള്ളിയിട്ട്, ഇതെന്തിനാ ആംബുലൻസ് ഇങ്ങോട്ട് വരുന്നത്? അപ്പോൾ അയാളുടെ വീട് എന്ന് പറയുന്നത് ഇതല്ലേ അമ്മേ എന്ന് കിരൺ ചോദിക്കുകയാണ്. എന്ത് വീട്? അയാൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഇവിടെ ഞാൻ വെക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് രൂപ പോകുന്നുണ്ട് പുറത്തേക്ക്. അതുപോലെ തന്നെ ശാരിയും കിരണും ചന്ദ്രസേനും കൂടി പുറത്തേക്ക് പോവുകയാണ്. സരയു അകത്ത് തന്നെ നിൽക്കുകയാണ്. സരയു കുറച്ചു നേരം തൻ്റെ അച്ഛൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരെ കാണാതെ അവിടെ നിന്ന് കുറച്ചു നേരം കരഞ്ഞതിന് ശേഷം കണ്ണുനീരൊക്കെ തുടച്ച് വീണ്ടും പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആംബുലൻസ് ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് പറയാണ്, അപ്പോൾ ആ സമയത്ത് ഇവിടേക്കൊന്നും വെക്കാൻ പറ്റില്ല, പൊതു ശ്മശാനത്തിൽ എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുവച്ചു, ഈ വീട്ടിൽ വെക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് രൂപ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സരയുടെ മുഖത്തൊക്കെ വല്ലാത്ത വിഷമം തോന്നുകയാണ് രൂപയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ. അതിന് എത്ര പൈസ വേണമെങ്കിലും തരാൻ ഞങ്ങൾ തയ്യാറാണ്, എന്ത് ചെലവ് വന്നാലും ഞങ്ങൾ ഏറ്റെടുക്കാമെന്ന് ചന്ദ്രസേനൻ പറയുന്നുണ്ട്. എന്തായാലും ഭാര്യയും മകളുമല്ലേ, കൂടെ ചെല്ല്, അയാൾക്ക് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം സരയൊന്നും മടിക്കുന്ന പോലെ നിൽക്കുകയാണ്. അപ്പോൾ വാ മോളെ, എത്രയായാലും അച്ഛനല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശാരിയും സരയും കൂടിയിട്ട് അങ്ങനെ വേറെ കാറിൽ പോകുന്നുണ്ട്. അപ്പോൾ ഡ്രൈവറും അങ്ങനെ ആ ആംബുലൻസും എടുത്ത് ഡ്രൈവറും പോവുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ രൂപ പറയുന്നുണ്ട്, എൻ്റെ കൂടപ്പറപ്പ് തന്നെയാണ്, പക്ഷേ ഒരു അലിവ് അയാളോട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ അയാളെ ഈ ബോഡി ഇവിടെ ഇറക്കാൻ ഞാൻ സമ്മതിക്കാഞ്ഞത് എന്ന് രൂപ അങ്ങനെ പറയുന്നുണ്ട് ചന്ദ്രസേനോട്. അതിന് ശേഷമാണെങ്കിൽ അവരങ്ങനെ ബോഡിയൊക്കെ കത്തിച്ചതിന് ശേഷം തിരികെ വരികയാണ് വീട്ടിലോട്ട്. അപ്പോൾ സരയുവിന് വളരെ വിഷമ മുഖത്ത്. അപ്പോൾ കാറിൻ്റെ ഡ്രൈവറോട് പറയുന്നുണ്ട്, ചേട്ടാ കുടിക്കാൻ എന്തെങ്കിലും വേണം എന്ന് പറയുകയാണ്. അപ്പോൾ ഡ്രൈവർ അവിടെ കാർ ഒരു ഭാഗത്ത് നിർത്തിയിട്ടിട്ട് അവർക്ക് കുടിക്കാനുള്ള ജ്യൂസ് വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ സരയു പൊട്ടിക്കരയുന്നുണ്ട് ആ കാറിൻ്റെ അകത്ത് വെച്ചിട്ട്. അപ്പോൾ മോളെ എന്ന് പറഞ്ഞ് സരയുവിനെ സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ ശാരി. അപ്പം പറയുന്നുണ്ട്, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അമ്മേ, എനിക്ക് വേണ്ടിയിട്ടാണ്, എത്ര ദുഷ്ടനായാലും എനിക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ ഇത്രയും നാളും ജീവിച്ചിട്ടുള്ളത്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ എന്ന് പറയുകയാണ്. എത്രയായാലും അവരുടെ മുന്നിലൊന്നും വെച്ച് കരയാൻ പറ്റില്ലല്ലോ, ഈ ഡ്രൈവറെ ഞാൻ മാറ്റിയത് അതുകൊണ്ടാണ്. ഡ്രൈവർ ചെന്ന് പറയില്ലേ കിരണോടൊക്കെ, പിന്നെ അവിടെ സംസ്കരിക്കുന്നിടത്തും അവൻ്റെ ആൾക്കാരല്ലേ ആയിരുന്നത്, ഒരിക്കലും ഞാൻ കിരണിനെ വിട്ടുകൊടുക്കില്ല, അവൻ എൻ്റെ സ്വത്താണ്, അവനെ ഞാൻ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. എനിക്ക് വേണ്ടിയിട്ടാണ് അമ്മേ അവളെ കല്യാണിയെ അച്ഛൻ കുത്തിയത്, അമ്മ ഇതാരോടും പറയരുത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശാരിയും സങ്കടപ്പെടുകയാണ്. ഒരിക്കലും അവൾ രക്ഷപ്പെടരുത്, ആ കിടന്ന കിടപ്പിൽ അവൾ മരിച്ചാൽ മതിയായിരുന്നു എന്ന് സരയു പറയുന്നുണ്ട്. അവളാണ് എൻ്റെ ജീവിതം തകർത്ത്, അവൾ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയത്. അങ്ങനെ അവൾ രക്ഷപ്പെടുകയാണെങ്കിൽ അവളുടെ മരണം എൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഉറച്ച തീരുമാനം നമ്മുടെ സരയു എടുക്കുകയാണ്. അപ്പോഴേക്കും ജ്യൂസുമായിട്ട് ആ ഡ്രൈവർ വരുന്നുണ്ട്. ആ ജ്യൂസ് വാങ്ങി അവർ അറിയാത്ത പോലെ ഇരുന്ന് സങ്കടമൊന്നും ഇല്ലാത്ത രീതിയിലിരുന്ന് കുടിക്കുകയാണ്. അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണിയെ ICUലൊക്കെ കിടക്കുകയാണ്. കല്യാണി തന്നെ ബഗാസുരൻ കുത്തിയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ കിടക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.